അപ്പോൾ ചെങ്ങായിമാരെ, നമ്മളിന്ന് വാഗമണ്ണിൽ പോവാട്ടോ. 8 മണിയായിട്ടുണ്ട്, രാത്രി 8 മണിയായിട്ടുണ്ട്. നമ്മൾ ചാട്ടൊക്കെ കഴിച്ചിട്ട് നേരെ വാഗമണ്ണിന് വിടുവാട്ടോ. നമ്മുടെ ഫ്രണ്ടിൻ്റെ കാറിലാട്ടോ നമ്മൾ പോകുന്നത്. നല്ല കോടയാണ് കേട്ടോ. അപ്പം അത് കാരണം കാണാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. രാത്രി ഇങ്ങനെ വണ്ടിയിൽ പോകാൻ നല്ല രസമാട്ടോ. ചെറിയ മഴയും കോടയും വണ്ടികളുടെ ലൈറ്റും എല്ലാം കാണാൻ നല്ല സൂപ്പറായിരുന്നു. അങ്ങനെ 11:45 മണിയുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വാഗമൺ എത്തിയിട്ടുണ്ട്. കോട വയ്ക്കുക, കോട. ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തിയതാട്ടോ. അപ്പോൾ ഗുഡ് മോർണിംഗ് ചങ്ങായിമാരെ. വാഗമൺ ടൗൺ കണ്ടോ? 6:30 ഞങ്ങൾ ചായ കുടിക്കാൻ പോവാട്ടോ. ഒരു കോട്ടയം ബസ് കിടപ്പുണ്ട്. ഏകദേശം ആദ്യം പോകുന്ന ആൾക്കാർ പോയി കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പൊ നമ്മളൊരു ഇവന്റിൽ പങ്കെടുക്കാൻ വന്നാണ്. അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ബൊനാമി ജംഗ്ഷനിലാട്ടോ നിൽക്കുന്ന. ലേഡിയായിട്ട് ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. ഇവരൊക്കെ ബോയ്സാ. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു കയറ്റം കയറി കൊണ്ടിരിക്കട്ടോ. വേറൊരാള് പോണോ എനിക്ക്? അയ്യോ, അത് പുറകെ പോവാ ഒരു പൂച്ചക്കുട്ടി. നമ്മുടെ റണ്ണൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 28-30 കിലോമീറ്ററാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. എന്തോരം പോകുമെന്നറിയാൻ പാടില്ല. നമ്മൾ അടിപൊളി റൂട്ടാട്ടോ പോണേ. സാറിന് ആൾക്കാരൊന്നും കാണാത്ത റൂട്ടൊക്കെ ആട്ടോ. ഓക്കെയാ, അപ്പൊ നമ്മുടെ റണ്ണൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 3 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇവന്റ് അല്ല, അതായത് നമ്മുടെ സോൾജർ കൊച്ചിൻ്റെ വാഗമൺ അൾട്രയിൽ എന്ന് പറഞ്ഞ മാരത്തോണിൽ നമ്മൾ വോളണ്ടിയേഴ്സായിട്ട് പങ്കെടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ വോളണ്ടിയേഴ്സിന് വേണ്ടിയിട്ട് ഇവരെ റൺ വെച്ചേക്കും കേട്ടോ. ഇങ്ങോട്ടാണോ? അപ്പോൾ വോളണ്ടിയേഴ്സിന് വേണ്ടിയിട്ട് റൺ വെച്ചാണ് ഇവര്. അപ്പം ഞങ്ങൾ ഒരു 10 താഴെ ആൾക്കാരേ ഉള്ളൂ. അയ്യോ, നമ്മൾ തേയിലത്തോട്ടത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് പെൻഹസ്റ്റ് എസ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ സംഭവം എന്താ വെച്ചാലേ, ഇപ്പം നമ്മൾ ഈ വാഗമൺ ട്രെയിനിന് വോളണ്ടിയർ ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്താട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ,
നമുക്ക് സ്റ്റാർട്ട് പോയിൻറ്റും എൻഡ് പോയിൻറ്റും തരും. നമുക്ക് വേറെ സപ്പോർട്ടൊന്നുമില്ല. നമ്മൾക്ക് കുടിക്കാൻ ആവശ്യമുള്ള വെള്ളവും എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ക്യാരി ചെയ്ത് കൊണ്ടുപോകണം. അപ്പം നമുക്ക് റൂട്ട് മാർക്കിംഗ് ഒന്നുമില്ല. സാറിന് ഇവൻറ്റിന് റൂട്ട് മാർക്കിംഗ് ഉണ്ടാകും നമുക്ക് വഴി തെറ്റാതെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് നമുക്ക് റൂട്ട് മാർക്കിങ്ങിന് പകരം GPX എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ് ഫയലാണ് വന്നേക്കണം, റൂട്ടിൻ്റെ GPX ഫയല്. അപ്പോൾ അത് നമ്മൾ വാച്ചിൽ ഫോണിലോ ഡൗൺലോഡ് ചെയ്തിട്ട് അത് നോക്കിയിട്ട് വേണം നമ്മൾ തന്നെ വേണം പോകാൻ വേണ്ടി. അപ്പോൾ ഇതാണ് സംഭവം GPX. ഇത് വാച്ചിൽ കണ്ടോ, വാച്ചിൽ GPX കണക്ട് ചെയ്തേക്കുക. ഇതിൽ നമ്മളെ റൂട്ട് കാണിക്കും. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ലേഡി ആയിട്ട് ഞാൻ മാത്രമേ വന്നുള്ളൂ. ഈ ഗ്രൂപ്പിൽ ഒരേ ഒരു പെൺതരി ഞാനാണ്. മോനുണ്ട് കേട്ടോ. അപ്പം അവൻ ലൈവ് GPX ആയിട്ട് എൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് GPX നോക്കി ടെൻഷൻ അടിക്കണ്ട. കൺഫ്യൂഷൻ വലുതില്ല. പക്ഷെ കുറേ വഴികൾ വരുമ്പം നമ്മൾ GPX കുറേ വഴി വരുമ്പം GPXും കുറച്ച് ഇതാവും. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല എങ്ങനെ പോകണ്ടേ. ദേ തേയിലച്ചെടിയുടെ പൂവ് നോക്കിക്കേ. ഇത് തേയിലച്ചെടിയല്ലേടാ? ആദ്യമായിട്ടാട്ടോ തേയിലച്ചെടിയുടെ പൂവ് കാണുന്നത്. മോൻ പോണ്, അവൻ എന്തൊക്കെയോ വ്ളോഗ് ചെയ്യുന്നുണ്ട്. അവന് യൂട്യൂബല്ല കേട്ടോ, അവൻ ഇൻസ്റ്റയിൽ റീൽസൊക്കെ ഇടാൻ വേണ്ടി. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്, ഹൈഡ്രേഷൻ ബാഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ വെള്ളം കുടിക്കാം. പിന്നെ ഒരു ജെല്ലുണ്ട്. പിന്നെന്താ, ഒരു സാൾട്ട് ടാബ്ലറ്റ് ഒരെണ്ണം ഞാൻ കഴിച്ചോർന്നുണ്ട്. പിന്നെ തിന്നാൻ സാധനമൊന്നും എടുത്തിട്ടില്ല. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഞാൻ അവൻ്റെ ഒപ്പം നടക്കട്ടെ. ഒറ്റക്കായി പോയാൽ കാറും പണി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കാണാം. പിന്നെ ഇപ്പോൾ വെയിലില്ല കേട്ടോ. ഇന്നലെ രാത്രിയിലൊക്കെ നല്ല മഴയായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് ആകെ ഒരു മൂടല, കോടയും അങ്ങനെ ഇല്ല. ഇതിനകത്ത് റെഡ് ആരോ ഉണ്ട്, അതാണ് നമ്മൾ പോകേണ്ട റൂട്ട്. നടുക്കൊരു ബ്ലൂ ആരോ കാണിക്കുന്നതാണ് നമ്മൾ റോഡിലെത്തി. നമ്മൾ റോഡിൽ നിന്ന് പിന്നെ ട്രെയിനിൽ കയറി കേട്ടോ. നല്ല മഴയ്ക്കുള്ള സാധ്യത ഉണ്ട്. ഇവിടെ ആമ്പലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. Like a map with no borders, a whisper caught in the wind. I see her boots at the corner cafe with a notebook and a grin. നമ്മളങ്ങനെ കാട്ടിക്കൂടെ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ മൊത്തം ഈ കമ്മ്യൂണിസ്റ്റ് വെച്ച കൊങ്ങിണിപ്പൂ ഇതൊക്കെയാണ്. ഇവിടെ അട്ടയുടെ കേന്ദ്രത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും. മഴയായിരുന്നു. But something in the way she moves keeps pulling at my chain. Oh, traveler, you carry. മഴ തുടങ്ങിയിട്ടുണ്ട്, ചാറ്റൽ മഴ. എന്ത് സുഖം. എൻ്റെ കാലം 3-4 അട്ട കയറി. അകത്തൊക്കെ കടിക്കണ്ട്. ഇനിയിപ്പോൾ ഷൂ ഒന്നും വരാൻ നിവർത്തിയില്ല. തേയിലത്തോട്ടത്തിലെ മഴ കണ്ട. മഴ കുറഞ്ഞിട്ടോ, കോട നോക്കിയേ, നല്ല ഭംഗിയില്ലേ. അമ്മ അടിപൊളി കോട. വാ
ഇച്ചിരി കുറഞ്ഞു കേട്ടോ. ഞാൻ പോഞ്ചോയി കയറിയായിരുന്നു. അത്യാവശ്യം അല്ലെങ്കിൽ എൻ്റെ ക്യാമറയും ഫോണൊക്കെ മാനിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ പോഞ്ചോ ഒക്കെ മോൻ പോണ്. I sip my coffee, miss my cue, still anchored by my feet. But time rolls on like open roads, and soon she won't be here. Oh, traveler, you carry the sun in your stride, leaving behind what I hold inside. If I don't ask your name today. ദേ ഇവിടെ നാരകമരം നോക്കിയേ. നാരങ്ങ. ഹായ്, ഹലോ പറയോ. ഹലോ. ഞാൻ മഴ കുറച്ച് കൊണ്ട നല്ല കൊട. ലേക്കാണ് ഇത്, കണ്ടോ? ഇതൊരു ലേക്കാ. ഇതുണ്ടോ? അയ്യോ എന്തൊരു ഭംഗി. കോട കാരണം പക്ഷെ ക്ലിയർ അല്ല കേട്ടോ. അയ്യോ നിനക്ക് മനസ്സിലാവണുണ്ടോ? ഇത് ലേക്കാണ് കണ്ടോ? ഇതാ ലേക്ക് ഫുള്ള്. ഇതിനകത്ത് പുല്ലൊക്കെ ഉണ്ട്. ഇത് നല്ല വലിയ ലേക്കാണല്ലോ. നല്ല സ്ഥലമുണ്ട് കേട്ടോ. ഇത് ഫുള്ള് തപ്പട്ടം. ഷൂ മൊത്തം നനഞ്ഞ് ചെളിയായിട്ടത്. ഇവിടെ കണ്ട ഞാൻ ചെളിയാ. നോക്കി നടന്നില്ല തെന്നി വീഴും. ദേ ലേക്ക് കണ്ടോ? അവിടെ ഏതോ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേൾക്കണ്ട്. രാവിലെ മീൻ പിടിക്കുവാണോ? എന്നാ കിട്ടിയോ? മീൻ വല്ലതും കിട്ടിയോ? ഒന്നും കിട്ടിയില്ലേ? ഇപ്പൊ വന്നോളോ. മോനെ സൂക്ഷിക്കണം കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിക്ക്. പൊറോട്ട ഇറങ്ങിക്ക്. കല്ലേന്ന് പൊറോട്ട ഇറങ്ങിക്ക്. ആ മോനെ കല്ലെന്ന് ഇറങ്ങിക്ക്. ഇവിടെ കുറച്ച് പിള്ളേര് മീൻ പിടിക്കണ്ട്. അമ്മമാര് വന്നോളൂ. ഒന്നും കിട്ടിയിട്ടില്ല. ലേക്കുണ്ട്. എന്ത് വലിയ ലേക്കാ. കോട കാരണം പക്ഷെ മനസ്സിലാവണില്ല. പിള്ളേരവിടെ മീൻ പിടിക്കുക. കാണാൻ മേല അവന്മാരെ. ഉറുമ്പ് പോലെ കാണത്തുള്ളു കോട കാരണം. ഇത് വാഗമൺ ട്രെയിലിൻ്റെ 60 കിലോമീറ്റർ 75 കിലോമീറ്റർ റൂട്ടാട്ടോ ഇത്. അപ്പം അതിലെ മാർക്കിംഗ് ആണ്. നമ്മൾ ഇവന്റിന് പോകുമ്പം റിബണൊക്കെ ഉണ്ടാവും കേട്ടോ. ഇപ്പം റിബണൊന്നുമില്ല നമുക്ക്. പിന്നെ ഇതന്ന് മാർക്ക് ചെയ്താൽ കിടക്കണേ കേട്ടോ. കുറച്ചൊക്കെ ഇങ്ങനെ പായൽ പിടിച്ച് മാഞ്ഞു തുടങ്ങി. ഇതിപ്പോൾ നമുക്ക്
റൂട്ട് മാർക്കിംഗ് ഒന്നും ഇല്ലാത്ത ഇതാണ്. നമ്മൾ ഈ GPX നോക്കി വഴി കണ്ടുപിടിച്ചപ്പോൾ ഇതൊക്കെയോ കിളികളൊക്കെ കരയുന്നുണ്ട്. ഞാൻ കോട ഇറങ്ങി തുടങ്ങി. അയ്യോ, ഇവിടെ ഒരു വാട്ടർ ക്രോസിങ് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലെയാണോ പോണ്ടത്? മാപ്പിൽ ഇത് കാണിക്കുന്ന പോയാലോ? മോൻ പോണേ, ഇനി ഞാൻ ക്രോസ് ചെയ്യട്ടെ. പോകുന്നില്ലല്ലോ. നമ്മളിത് ഇതുപോലെ ഒരു വഴി കൂടെ ആട്ട കയറി വന്ന്. നമ്മൾ ഈ വെള്ളത്തിൽ കൂടെയാണേ വന്നത്. എന്താ അങ്ങനെ നമ്മൾ കൊടുങ്കാട്ടിക്കൂടെയൊക്കെ കയറി ഇവിടെ എത്തിയിട്ടോ. അട്ടയ്ക്ക് ബ്ലഡൊക്കെ ഡൊണേറ്റ് ചെയ്തുകൊണ്ട് ഇവിടം വരെ എത്തി. കാടെന്ന് പറഞ്ഞ മുൾച്ചെടിയും വഴിയൊന്നുമില്ല, മുഴുവൻ ഈ ചില്ലകളും മുൾച്ചെടിയൊക്കെ. എനിക്കൊണ്ട് ഇവിടുത്തെ നാട്ടുകാർക്ക് പോലും ഈ വഴിയൊന്നും അറിയുണ്ടാവില്ല. മഴ ഇച്ചിരി കുറഞ്ഞ നല്ല കാറ്റുണ്ട്. ഓ, അത് വൈബ. നല്ല കാറ്റാട്ടോ. എന്റെ പോഞ്ചൊക്കെ പറക്കണേ. ഒരു ചെറിയ ട്രെയിലാട്ടോ. നമ്മളതിൻ്റെ അറ്റത്ത് കൂടെ പോകണം. ഞങ്ങളിങ്ങനെ വന്നപ്പോൾ ഇവിടെ ആൾക്കാർ ക്യാമ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിള്ളേർ ക്യാമ്പിങ്ങിന് വന്നേക്കണം. എക്സ്പൾസൊക്കെയാണ്. നിങ്ങളെവിടെന്നാ? എടപ്പള്ളിയാ. ഞാൻ പാലാരിവട്ടം. ഞങ്ങളൊരു ഇന്നൊരു ഇവന്റ് ഉണ്ട് ഞങ്ങളുടെ റണ്ണിങ് ഗ്രൂപ്പിന്റെ. ഒരു 28 കിലോമീറ്റർ ഇങ്ങനെ കയറി ഇറങ്ങി നടന്നിട്ട് അപ്പൊ രാവിലെ തുടങ്ങിയ. എന്റെ ചാനലുണ്ട്, നോക്കണേ, ഫുഡ് റെക്കോർഡ്സ്. അങ്ങോട്ട് പോകാൻ സമയമില്ല. ഓക്കെ, ബൈ. ഒരു ടേൺ കാണിക്കുന്നുണ്ടല്ലോ. കുറച്ച് കയറാം. അവര് ബാക്കില് ഇടയ്ക്ക് വേറെന്താ വ്യൂ പോയിന്റ് കാണാൻ. എങ്ങനെയുണ്ട്? അവരൊക്കെ ബാക്കിലാക്കിട്ടാണ്. എങ്ങനെയുണ്ട്? അടിപൊളി. ജോർജിക്ക് പിന്നെ ഇതൊന്നും പുത്തരി അല്ലല്ലോ. ഓക്കെ, കാണാം. അല്ല, ഇനി അങ്ങോട്ട് പോണ്ട. ആ, കാരണം അങ്ങോട്ട് പോയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, ഇനി അങ്ങനെ അങ്ങോട്ട് പോയിട്ട് നമുക്ക് തിരിക്കാം. അങ്ങനെ കറങ്ങി ലൂപ്പ് എടുത്തിട്ട് വരാം. കാരണം ഒറിജിനൽ പ്ലാനിൽ വെച്ചിട്ട് അത് പറ്റില്ല. ഭയങ്കര ഫുഡ് ഭയങ്കരമായിട്ട് വളർന്നു. നമ്മുടെ ഫ്രണ്ടിൽ പോയവര് തിരിച്ചു വന്നിട്ടോ. അവന് അങ്ങോട്ട് പോയാൽ തെരഞ്ഞലും കാര്യങ്ങളൊക്കെയാണ്, വലിയ ഇതില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളിപ്പോൾ തിരിച്ച് പോവായി വന്ന റൂട്ട് തന്നെ.
moves like a map with no borders, a whisper caught in the wind. I see her boots at the corner cafe with a notebook and a ഇവിടെ grin. എന്തോ സംഭവമുണ്ട്, പണിക്കാരൊക്കെ ഉണ്ട്. She's chasing skies I've never named while I stay in my lane. But something in the way she moves keeps pulling at my chain. Oh, traveler, you carry the sun in your stride, leaving behind what I hold inside. If I don't ask your name today, I may never get the chance to walk beside your warm ചെറിയ മഴ പൊടിയുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു പിഗ് ഫാം ഉണ്ട്, അവിടെ കണ്ട ഗേറ്റ് എനിക്ക് കണ്ടറിയില്ല. അവിടെ അതെ കോട. പിന്നെ ഇവിടെ ഒരു ഗേറ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ ഇത് വഴിയാട്ട പോണം. I've never heard in languages I can't speak. She writes down cities on her wrist and The God, dreams I don't know. she'll never keep. I sip my coffee, miss my cue, still anchored by my fear. But time rolls on like open roads, and soon she won't be here. Oh, traveler, വെള്ളത്തിന് എന്തൊരു തണുപ്പ്. carry the sun in your stride, നല്ല ഐസ് വെള്ളം പോലിരിക്കണം. leaving അട്ട ഇവിടെ വരെ കടിച്ചു കേട്ടോ. ഞാൻ പോഞ്ച ഊരിയപ്പോ അവിടെ ഒരു അട്ട ഇരിക്കും. inside. നേരത്തെ ഇവിടെ കടിച്ചായിരുന്നു. Don't ask your name today, I may never get the chance to walk beside your wandering dance. ഇവിടെ നോക്കിയ മുഴുവൻ ചപ്രാച്ചിയായിട്ട് Maybe കിടക്കും. next year in Madrid or on some quiet mountain ridge, I'll see you turn ഒരു ഗേറ്റ് ഒക്കെ ഉണ്ട്. and I'll be brave. But what if courage comes too late? Oh, traveler, the world is your open gate, and I just stood. അങ്ങനെ ഏകദേശം 10 കിലോമീറ്റർ എനിക്ക് പേരൊക്കെ കിട്ടി. അവിടെ അവിടെ പേരമരം കുറേ നിൽപ്പുണ്ട്. പക്ഷെ പഴുത്തൊക്കെ ഉണ്ട്. പക്ഷെ അത് ആ കുഴി പോലെയുള്ള സ്ഥലത്തേക്ക് നമുക്ക് ഇറങ്ങി പഠിക്കാൻ പറ്റും. ഇറങ്ങാൻ നേരമില്ല. അടുത്ത മഴയ്ക്കുമ്പോൾ നമുക്ക് And I'll never see your smile again. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഗ്ലാസ് വെയിലായിരിക്കും എന്ന് വെച്ചാൽ ഗ്ലാസ് എടുത്ത, പക്ഷെ ഗ്ലാസ് വെക്കാനൊന്നും അവസരം കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ച് ചുമ്മാ എടുത്ത് വെക്കാം, റെസ്റ്റായി. എന്തായാലും കൊണ്ടുവന്നില്ല, ഒരു വഴിക്ക് പോവല്ലേ. ഞങ്ങളെ ഈ റൂട്ട് അപ്ലോഡ് ചെയ്ത റൂട്ട് ഫുള്ള് പോകേണ്ട, നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തില്ല. ഒരു സ്ഥലത്ത് ഭയങ്കര തെന്നലും റിസ്ക് ഉള്ള സ്ഥലം വന്നുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല. അപ്പം GPX ചേട്ടൻ പറഞ്ഞ വഴി പോകാത്തതുകൊണ്ട് പുള്ളി പിണങ്ങിയിരിക്കണമായിരുന്നു. ഇപ്പം പുള്ളി നേരെ വന്നിട്ടോ കണ്ടോ. ഇപ്പം പുള്ളി കറക്റ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇപ്പം റോഡ് പോലെ സ്ഥലത്ത് കൂടെ ആയിട്ട് പോകണം, കുറച്ച് സ്പീഡിൽ നടന്നു പോട്ടെ. ഇവിടെ ചതുപ്പാട്ടോ, ഇത് കണ്ടോ. ഇവിടെ കമ്പി കെട്ടി ഇങ്ങനെ ആക്കിയേക്കണം. കുറേ ഏരിയ ഉണ്ട് വെള്ളം കെട്ടി.
ഞങ്ങൾ നടന്നു വന്നപ്പോൾ ഒരു താറ് പോണണ്ട, അവർ ഓഫ് റോഡിന് വന്നാന്ന് തോന്നുന്നു. തമിഴ്നാട് രജിസ്ട്രേഷനാണ്. താറ് ഓഫ് റോഡിങ്ങിനാണ്. അയാൾ ബാക്ക് എടുക്കണ. മലയാളം, കേരള, കൊച്ചി. Yeah, already we are running here every year. We conduct Good cardio actually. Yeah, Vagamon Ultra. So it's like a 60 kilometer, 30 kilometer race. So this is part of the. We are from Souls of Kochi. The first time Yeah. here. We'd like to join actually if you have any contact. Yes, Social media, Souls of Cochin. All? Souls SOLE, Souls, Soul. Yeah, Souls of- yeah, yeah. Okay. of Souls. Okay. Where are you from? You're from Chennai. Chennai, yeah. Okay. We just bought a new car. Experiment. മലയിൽനിന്നൊക്കെ കോട ഇറങ്ങണം ഇപ്പം. മഴ കുറഞ്ഞിട്ടോ, പക്ഷെ എന്നാലും ചെറിയൊരു ഇരുളിച്ചുണ്ട്. അവിടെയൊക്കെ നല്ല കോടയാണ്. ഇങ്ങോട്ടല്ലേ? അയ്യോ, ഞാൻ പോയ വഴി മാറിപ്പോയിട്ടോ. ഞാൻ നേരെ പോയി, അങ്ങോട്ടായിരുന്നു തിരിയണ്ട. GPX ചേട്ടൻ വഴി കാണിച്ചു തന്നായിരുന്നു. ഞാൻ നോക്കിയതാ, എന്നിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് ഓർക്കാണ്ട് അങ്ങ് നടന്നു പോയി. അത് കോട ഇറങ്ങണ പോയിക്കേ. വാ, ഇത് ടൈഫോയിഡ് ടീ ഫാക്ടറി ആട്ടോ. ഇതിൻ്റെ അടുത്തൊരു ലേക്കൊക്കെ ഉണ്ട്, അടിപൊളി സ്ഥലമാണ്. നമ്മൾ വന്ന വഴിക്ക് ഒരാൾ പോണ വഴിക്ക് She moves like a map with no borders, a whisper caught in the wind. I see her boots at the corner cafe with a notebook and a grin. She's chasing skies I've never named while I stay in my lane. But something in the way she moves. നമ്മളെ റോഡിലെത്തി. അവിടെ ഒരു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമുണ്ട്. ഇതാണ് ഉപ്പുകുളം റിസർവോയർ. ലേക്കല്ല ആക്ച്വലി. You carry the sun in your stride, leaving behind what I hold inside. If I don't ask your name today, വേമ്പനാട് എസ്റ്റേറ്റ്. never get the മൊത്തം കോടയായി. പെട്ടെന്ന് ഭയങ്കര കാറ്റും കോട എല്ലാം കൂടെ ഇങ്ങനെ വന്ന്
സൂപ്പർ വൈബ്. She hums a tune I've never heard in languages I can't speak. She writes down cities on a list, pictures I'll never keep. I sip my coffee, miss my cue, still anchored by my feet. But time rolls on like open roads. ഇങ്ങനെ 18 കിലോമീറ്റർ ആയിട്ടുണ്ട്. 5.25 മണിക്കൂർ. 28 പ്ലാൻ ചെയ്താ വന്ന, പക്ഷെ ഇപ്പം 21 എത്തിച്ചാൽ മതി. അങ്ങനെ 20 കിലോമീറ്റർ ആകുമ്പോൾ നമ്മൾ നടന്ന് ഒരു കാട്ടിൽ കയറാൻ പോകാം. ഇവിടെയൊക്കെ പേരമരാട്ടോ നിറയെ. 2 പേരൊക്കെ തിന്നു. നേരത്തെ പോലെ കാട്ടിൽ പോയിട്ട് മുള്ളൊക്കെ ആയിരുന്നേ. നമ്മൾ കല്ലും മുള്ളും കാലിക്ക് സ്വാമി അയ്യപ്പോ എന്നുള്ള അവസ്ഥയായിരുന്നു. മുള്ള് ചെടികളും. ഇവിടെ ഫുള്ള് പേരമരം കേട്ടോ. ഇനി നമ്മൾ ഏകദേശം 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഒക്കെ ഉള്ളതെന്ന് തോന്നുന്നു നമ്മുടെ സ്റ്റാർട്ട് പോയിന്റിൽ ചെല്ലാൻ. അയ്യോ അയ്യോ, എൻ്റെ കണ്ണാടി പോയി. ഞാൻ ക്യാപ്പിൻ്റെ മോളിൽ വെച്ചിരുന്നേ കണ്ണാടി. ആ ചെടി കൊണ്ടിട്ട് എൻ്റെ കണ്ണാടി താഴെ പോയി. അമ്മ, ഇവിടെയൊക്കെ വഴി തന്നെ കഷ്ടിയാട്ടോ. അതുകൊണ്ട് ഇവിടത്തെ നാട്ടുകാരെന്നെ വഴിയൊന്നും നടക്കാറില്ലെന്ന് തോന്നുന്നു. ഇതെല്ലാം ഈ കമ്മ്യൂണിസ്റ്റ് പച്ചയൊക്കെ ആട്ടോ. ഇങ്ങോട്ടാണോ? അമ്മ, ഇറക്കാം. ഓ, നല്ല സ്റ്റീപ്പ് ഇറക്കാം കേട്ടോ. അങ്ങനെ 19.97 കിലോമീറ്റർ ആയിട്ടുണ്ട്. 20 ആകുമ്പോൾ 21 ആക്കണം. നമ്മൾ ബൊനാമി ജംഗ്ഷനിലാട്ടോ. ഇവിടെ എല്ലാം ഫുട്ബോളിൻ്റെ ഫാൻസാന്ന് തോന്നുന്നു. ഇവിടെ ഒരു ചർച്ചുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ റോഡിൽ ഇറങ്ങിയിട്ടോ. ഇനിയിപ്പോൾ 1 കിലോമീറ്ററും കൂടെ കംപ്ലീറ്റ് ചെയ്യണം. 20. ഇതാണ് പെൻഹേഴ്സ്റ്റ് എസ്റ്റേറ്റ്, മലങ്കര പ്ലാന്റേഷൻ. അപ്പം ഞാൻ 1 കിലോമീറ്ററും കൂടെ തീർക്കട്ടെ. ഇത് നോക്കിയേ, പായലുണ്ടോ? നമ്മൾ 21 കിലോമീറ്റർ തയ്ക്കാൻ പെൻഹേഴ്സ്റ്റ് എസ്റ്റേറ്റിലേക്ക് കയറി. റോഡിൽ കൂടെ ഓടാൻ പോറ. സ്റ്റെപ്പ് നോക്കിയേ. അങ്ങനെ 21.1 hour ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഹാഫ് മാരത്തോൺ ചെയ്ത്. ആക്ച്വലി നമ്മൾ 28 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ വന്നത്, പക്ഷേ നടന്നില്ല. നമ്മൾ 2 മണിയാകുമ്പോൾ എങ്കിലും തിരിച്ച് പോകണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ 21 ആകാറായിട്ടുണ്ട്. അപ്പം നമ്മൾ റണ്ണ് ഫിനിഷ് ചെയ്യണം. നമ്മുടെ കാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മൾ നേരെ എറണാകുളത്തിന് പോകണം. എറണാകുളത്ത് ചെന്നിട്ടാണ് എനിക്ക് വൈക്കത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്.
മോൻ എറണാകുളത്താണ് ഉള്ളത്. ഞാൻ ഒറ്റയ്ക്ക് വേണം പോകാനായിട്ട്. ഇന്ന് സൺഡേ ആണ്ട് ബസ്സൊക്കെ കുറവായിരിക്കും, അറിയില്ല. KSRTC ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ. അപ്പോൾ നമ്മുടെ 21.02 ആയിട്ടുള്ളൂ. 21.10 ആവണം. 21.1 ആണ് ഹാഫ് മാരത്തൺ. ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ GPX ഫയലൊക്കെ ഉള്ള റൂട്ട്, അങ്ങനെ അതുവഴി GPX റൂട്ട് ഒക്കെ നോക്കി ഓടണത്. കുഴപ്പമില്ല, കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്, പിന്നെ മോൻ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ല. എനിക്ക് ഗൂഗിൾ മാപ്പ് നോക്കണതിൽ എളുപ്പമാണെന്ന് തോന്നുന്നു. അങ്ങനെ 21.1 നമ്മളെ റോഡിൽ കൂടെ അങ്ങ് ഓടാൻ മടിയായിട്ടെ നമ്മൾ ഈ എസ്റ്റേറ്റിൻ്റെ അകത്തോട്ട് പോയെ. അപ്പോൾ ടാറ്റ ബൈ ബൈ. എൻ്റെ വീഡിയോ എല്ലാവരും കാണാൻ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ് ഫ്രം വാഗമൺ.